ഇപ്പോൾ 8 മാവോയിസ്റ്റുകളെ വധിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. വൻതോതിൽ ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, ഛത്തീസ്ഗഡിൽ ഇതിനകം 8 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനയും കോബ്ര ഫോഴ്സും ചേർന്ന് വധിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. ബസ്തർ ഡിവിഷനിലെ ബിജാപൂർ ജില്ലയിലെ ഗാംഗ്ലൂരിലാണ് ഈ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. കേന്ദ്ര കർച്ചോളിലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി പ്രദേശത്ത് മാവോയിസ്റ്റ് വിരുദ്ധ നീക്കം കോബ്ര ഫോഴ്സിന്റെ നേതൃത്വത്തിൽ സജീവമാക്കിയിരുന്നു. 6 ദിവസം മുമ്പാണ് 6 മാവോയിസ്റ്റുകളെ ഇതേ മേഖലയിൽ നിന്ന് തന്നെ സുരക്ഷാ സേന വധിച്ചിരുന്നത്. ഇതിന്റെ തുടർച്ചയായി നടന്ന മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിൽ ഇന്ന് രാവിലെ ഒരു മാവോയിസ്റ്റിനെ വധിച്ചിരുന്നു ഏറ്റുമുട്ടലിൽ. തുടർന്ന് ഇയാളിൽ നിന്നും ഒരു തോക്കടക്കം കണ്ടെത്തി. തുടർന്ന് ഈ മേഖലയിൽ വനമേഖലയിൽ സൈന്യം തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും മറ്റ് 7 മാവോയിസ്റ്റുകളെ കൂടി ഏറ്റുമുട്ടലിൽ വധിക്കുകയും ചെയ്തിരിക്കുന്നത്. വൻതോതിൽ ആയുധങ്ങൾ, അത്യാധുനിക ആയുധങ്ങളടക്കം ഇവരിൽ നിന്നും കണ്ടെടുത്തു എന്നാണ് ഛത്തീസ്ഗഡ് പോലീസ് അറിയിക്കുന്നത്. ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ, ബാരൽ ഗ്രനേഡ് ലോഞ്ചറുകൾ, ഒപ്പം തന്നെ വൻതോതിൽ വെടിമരുന്ന് ശേഖരവും ഇവരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റുമുട്ടൽ ഇപ്പോഴും പ്രദേശത്ത് തുടരുന്നു എന്ന് തന്നെയാണ് ഛത്തീസ്ഗഡ് പോലീസ് വ്യക്തമാക്കുന്നത്. റീജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ബീജാപൂരിലാണ് വൻ മാവോയിസ്റ്റ് വേട്ട ഉണ്ടായിരിക്കുന്നത്. 8 മാവോയിസ്റ്റുകളെ വധിച്ചു. വൻതോതിൽ ആയുധശേഖരം പിടികൂടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം.